ചട്ടങ്ങൾക്കുള്ള ഭേദഗതിയുടെ പരിഗണന. 2024 പഞ്ചായത്ത് കെട്ടിട അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവത്കരണം ചട്ടങ്ങൾക്കുള്ള SRO നമ്പർ 168/2024 ഭേദഗതി നോട്ടീസിൻ്റെ പരിഗണന. ഡോക്ടർ N. ജയരാജാണ് നോട്ടീസ് നൽകിയത്. ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയ ഡോക്ടർ N. ജയരാജന് ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2024 കേരള പഞ്ചായത്ത് രാജ് കെട്ടിട നിർമ്മാണ അനധികൃത നിർമ്മാണ ക്രമവൽക്കരണം ചട്ടങ്ങൾക്ക് ഞാൻ നൽകിയ ഭേദഗതി അവതരിപ്പിക്കുന്നു. യെസ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, 2024 കേരള പഞ്ചായത്ത് കെട്ടിട അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം സംബന്ധിച്ച ചട്ടങ്ങൾക്കുള്ള ഭേദഗതിയിൽ ഭേദഗതി നമ്പർ 1, 4, 5 എന്നിവ സ്വീകരിക്കുന്നു. ഭേദഗതി നമ്പർ 6 2 ഭേദഗതിയോടെ സ്വീകരിക്കുന്നു. 6 3 സ്വീകരിക്കുന്നു. 8 സ്വീകരിക്കുന്നു. 9 സ്വീകരിക്കുന്നു. യെസ് മിനിസ്റ്റർ, ഭേദഗതി ഒന്ന് പറയാൻ പറ്റുമോ? എന്താണെന്നുള്ള ഭേദഗതിയോടെ എന്നുള്ളത് ആ ഭാഗം എന്താണെന്ന് പറയാൻ പറ്റുമോ? യെസ്, സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. വളരെ ബ്രീഫായി. ക്രമവൽക്കരിക്കുന്ന സംഗതിയിൽ എന്ന് ചേർക്കുന്നു. അങ്ങനെ മാറ്റാം. ക്രമവൽക്കരിക്കുന്ന സംഗതിയിൽ എന്ന് ചേർക്കുന്നതാണ് കൂടുതൽ ഉചിതം. അങ്ങനെ ചേർക്കും. യെസ്. മറ്റ് ക്രമവൽക്കരിക്കാവുന്ന സംഗതിയിൽ എന്നതിന് പകരം ക്രമവൽക്കരിക്കുന്ന സംഗതി. യെസ്. 8 സ്വീകരിക്കുന്നു. 9 സ്വീകരിക്കുന്നു. 11 സ്വീകരിക്കുന്നു. 13 സ്വീകരിക്കുന്നു. 19 ഭേദഗതിയോടെ സ്വീകരിക്കുന്നു. മലയാള തർജ്ജമയിൽ വാക്കിന് വന്നിട്ടുള്ള വ്യത്യാസമാണ്. ചീഫ് ടൗൺ പ്ലാനർ LSGD പ്ലാനിംഗ് കൺവീനർ എന്ന് ബ്രാക്കറ്റിൽ കൺവീനർ എന്ന് മാറ്റം വരുത്താവുന്നതാണ്. 22 സ്വീകരിക്കുന്നു. യെസ് മിനിസ്റ്റർ. ഇത്രയും ഭേദഗതികൾ സ്വീകരിക്കുന്നു. മറ്റുള്ളവ അംഗീകരിക്കുന്നില്ല. യെസ്. എന്തുകൊണ്ടാണ് ചെയർ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് പറയാൻ കാരണം, ഇത് നാളെ അസംബ്ലി പ്രൊസീഡിങ്സ് വൈകുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ. ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു.